ചൈനയിലെ വൻമതിൽ വളരെ പ്രശസ്തമാണ്. എന്നാൽ ചൈനയിൽ മാത്രമല്ല, ചുറ്റും മതിലുകൾ കെട്ടി സംരക്ഷിക്കപ്പെട്ട ഒട്ടേറെ നഗരങ്ങൾ ഈ ലോകത്തുണ്ട്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പുരാതന കാലത്ത് നിർമ്മിക്കപ്പെട്ട അത്തരം മതിലുകളിൽ ഇന്നും ചിലത് നിലനിൽക്കുന്നുണ്ട്. മനോഹരമായ നഗരമതിലുകൾക്കുള്ളിൽ നിലകൊള്ളുന്ന അത്തരം ചില പട്ടണങ്ങൾ പരിചയപ്പെടാം. ഇറ്റാലിയൻ പ്രദേശമായ ടസ്കാനിയിലെ സീന പ്രവിശ്യയിലെ ഒരു കമ്മ്യൂണാണ് മൊണ്ടെറിജിയോണി. 1214-19 കാലഘട്ടത്തിൽ ഫ്ലോറൻസിനെതിരായ തങ്ങളുടെ യുദ്ധത്തിൽ മുൻനിര പ്രതിരോധ കോട്ടയായി സിയാനികൾ നിർമ്മിച്ച ഈ പട്ടണം പ്രകൃതിദത്തമായ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 570 മീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള മതിലുകൾ പട്ടണത്തിന് ചുറ്റും സുരക്ഷാ വലയം തീർക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിലെ ദക്ഷിണ മൊറോവിയൻ മേഖലയിലെ ഒരു പട്ടണമാണ് സ്നോജ്മോ. തെക്ക് പടിഞ്ഞാറൻ മൊറാവിയയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ കേന്ദ്രവും ദക്ഷിണ മൊറോവിയൻ മേഖലയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ പട്ടണവുമാണിത്. തായ നദിയുടെ കുത്തനെയുള്ള ഇടതുകരയിൽ പാറപ്പുറത്താണ് പ്രധാനമായും ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 397 മീറ്റർ ഉയരത്തിലാണ് ഏറ്റവും ഉയർന്ന സ്ഥലം. ഓസ്ട്രേലിയയുമായുള്ള അതിർത്തിയിലെ പ്രതിരോധ നിരയുടെ ഭാഗമായി പ്രവർത്തിച്ച സ്നോജ്മോയിലെ മതിലിനു ചുറ്റും സഞ്ചാരികൾക്ക് നടക്കാം. തെക്കുകിഴക്കൻ തുർക്കിയിലെ ദിയാർബക്കർ പ്രവിശ്യയുടെ ഭരണ തലസ്ഥാനമാണ് ദിയാർബക്കർ നഗരം. ഏകദേശം 5.5 കിലോമീറ്റർ നീളത്തിൽ വൃത്താകൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കറുത്ത ബസാൾട്ടിന്റെ ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് നഗരകേന്ദ്രം. നഗരത്തിലേക്ക് 4 കവാടങ്ങളും ചുവരുകളിൽ 82 വാച്ച് ടവറുകളുമുണ്ട്. ഇവിടുത്തെ 11 മീറ്റർ ഉയരവും 3 മുതൽ 5 മീറ്റർ വരെ വീതിയുമുള്ള കോട്ടകൾ മധ്യകാല സൈനിക വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. മതിലുകൾക്കുള്ളിലെ പ്രദേശം സൂർ ജില്ല എന്ന് അറിയപ്പെടുന്നു. പുനർവികസനം നടത്തുന്നതിന് മുൻപ് ഈ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത 599ഓളം ചരിത്ര കെട്ടിടങ്ങളുണ്ടായിരുന്നു. 6 പ്രധാന ഗേറ്റുകളും 72 വാച്ച് ടവറുകളും ഉൾപ്പെടുന്ന ഗംഭീരമായ മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ചെറിയ ചൈനീസ് നഗരമാണ് പിങ്യാവോ. കഴിഞ്ഞ 300 വർഷമായി വാസ്തുവിദ്യാപരമായി കാര്യമായ മാറ്റങ്ങളൊന്നും വരാത്ത പുരാതനമായ ഒരു നഗരമാണിത്. 2004-ൽ തെക്കൻ മതിലുകളുടെ ഒരു ഭാഗം തകർന്നെങ്കിലും അത് പിന്നീട് പുനർനിർമ്മിച്ചു. നഗരത്തിന്റെ ബാക്കിയുള്ള മതിലുകൾ ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. ഫ്രാൻസിലെ ഏറ്റവും ഉയരമുള്ള നഗരമായ ഹൗട്സ് ആൽപ്സിലെ ഒരു ചെറിയ പട്ടണമാണ് ബ്രയാൻകോൺ. ഡ്യൂറൻസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രയാൻകോൺ ഒരു കൊടുമുടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓസ്ട്രിയൻ ആക്രമണകാരികളിൽ നിന്ന് പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനും ഇറ്റലിയിലേക്കുള്ള പാത സംരക്ഷിക്കുന്നതിനുമായി 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു വലിയ മതിൽ പട്ടണത്തിന് ചുറ്റുമുണ്ട്. സ്പെയിനിലെ ലൂഗോ നഗരത്തിലെ മതിൽ അല്പം വ്യത്യസ്തമാണ്. മറ്റു മതിലുകളിൽ നിന്ന് വ്യത്യസ്തമായി ലൂഗോയുടെ മതിൽ ഒരു ചതുർഭുജത്തിന്റെ ആകൃതിയിലാണ്. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റോമാക്കാർ നിർമ്മിച്ച യഥാർത്ഥ മതിലിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും കേടുപാടുകൾ കൂടാതെ തന്നെ നിലനിൽക്കുന്നു. 2.5 കിലോമീറ്റർ നീളമുള്ള മതിലിന് 82 ഗോപുര ഭാഗങ്ങളുണ്ട്. ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് അഡ്രിയാറ്റിക് കടൽ തീരത്തുള്ള ഒരു മതിലുള്ള നഗരമാണ് ഡ്രുബോവ്നിക്. പേൾ ഓഫ് ദി അഡ്രിയാറ്റിക് എന്ന് വിളിപ്പേരുള്ള ഇത് മെഡിറ്ററേനിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകളിൽ ഒന്നാണ്. പ്രധാനമായും 12-17 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഇവിടുത്തെ നഗരമതിലുകൾ ഇന്നും നന്നായി സംരക്ഷിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്ന മതിലുകളുള്ള നഗരങ്ങളിൽ ഒന്നാണ് ഫ്രഞ്ച് നഗരമായ കർക്കാസോൺ. യൂറോപ്പിലെ ഏറ്റവും വലിയ മതിലുകളുള്ള നഗരമാണിത്. 13-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക മതവിചാരണ നടത്തിയിരുന്ന ഇൻക്വിസിഷൻ ടവർ എന്ന ഗോപുരം ഇപ്പോഴും ഇവിടെയുണ്ട്. 1991-ൽ പുറത്തിറങ്ങിയ റോബിൻ ഹുഡ് പ്രിൻസ് ഓഫ് തീവ്സ് എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ കർക്കസോണിലും പരിസരത്തുമായാണ് ചിത്രീകരിച്ചത്. പടിഞ്ഞാറൻ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന മധ്യകാല നഗരമായ അവില ഒരു പാറക്കെട്ടിന്റെ പരന്ന കൊടുമുടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ പട്ടണത്തെ മുഴുവൻ വലയം ചെയ്യുന്ന മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന നഗരമതിൽ അവയിലേക്കുണ്ട്. ഇതിന് 9 കവാടങ്ങളും 88 ഗോപുരങ്ങളുമുണ്ട്. 11-12 നൂറ്റാണ്ടുകളിലാണ് ഈ മതിൽ നിർമ്മിച്ചത്. 3100 വർഷത്തിലേറെ പഴക്കമുള്ള ചൈനയിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് സിയാൻ. 1000 വർഷക്കാലം 13 രാജവംശങ്ങളുടെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. ആകെ 73 ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ചു. സിൽക്ക് റോഡിന്റെ കിഴക്കൻ ടെർമിനസും ടെറാക്കോട്ട ആർമിയുടെ ആസ്ഥാനമാണ് സിയാൻ. 14-ാം നൂറ്റാണ്ടിൽ ആദ്യകാല മിങ് രാജവംശത്തിന്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ട നഗരമതിൽ ഇപ്പോഴും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമതിലുകളിൽ ഒന്നായ ഇതിന് 5 ബൈക്കുകൾ എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുന്നത്ര വീതിയുണ്ട്.